എനിക്ക് രക്തം വേണം, എനിക്ക് രക്തം വേണം, എനിക്ക് രക്തം വേണം, എനിക്ക് രക്തം വേണം. നിന്നോടാ ചോദിച്ചേ? നോക്ക് ഡാഡി, അവൻ ഈ മന്ത്രം ചൊല്ലി എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവന്റെ രക്തം, അവന്റെ ചൂടുള്ള രക്തം എനിക്ക് വേണം. ചൂടുള്ള രക്തോ? എന്റെ ദൈവമേ, ഇതെന്താ ചായ അതെ ഡാഡി, എനിക്ക് വേണം. 4 മണിക്ക് മുമ്പായിട്ട് നീ അവന്റെ രക്തം കുടിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രേത ലോകത്തിന് അത് അപമാനമാണ്. എനിക്ക് വേണം. നീ പറഞ്ഞത് കൊണ്ടാണ് നീ രക്തം കുടിക്കുന്നത് കാണാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരിക്കുന്നത്. എനിക്ക് രക്തം വേണം. നിനക്ക് അവന്റെ രക്തം കുടിക്കണമെങ്കിൽ ഒരേ ഒരു മന്ത്രം മാത്രം ചൊല്ലിയാൽ മതി. അവൻ ബോധം കെടും. നിനക്ക് അവന്റെ രക്തമല്ല, ആരുടെ രക്തം വേണമെങ്കിലും കുടിക്കാം. ശരി ഡാഡി, അവൻ എവിടെയാ ഉള്ളേന്ന് ഞാൻ കണ്ടുപിടിക്കാം. എന്നെ കണ്ടുപിടിച്ച് കുടിക്കുവല്ല നീ? ഞാൻ ശരിയാക്കി തരാം. ഞാൻ മന്ത്രം പറഞ്ഞാലല്ലേ നിനക്ക് എങ്ങനെ ഓടിയാണെന്ന് രക്തം കുടിക്കാൻ പറ്റൂ. ഞാൻ മന്ത്രം പറയുന്നില്ല, എങ്ങനെ കുടിക്കുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. മോളെ, അവനിപ്പോ എവിടെയുണ്ട്? അവൻ ടോയ്ലറ്റ് റൂമിൽ ഇരിപ്പുണ്ട് ഡാഡി. ഞാനിവിടെ നിൽക്കുന്നത് അതിനെങ്ങനെയാ മനസ്സിലായേ? എന്നെ കോലത്തിലെങ്ങാൻ അത് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഏതൊക്കെ വഴി കൂടെ രക്തം ഊറ്റിയെടുക്കുന്ന ദൈവം തമ്പുരാന് പോലും അറിയത്തില്ല. അവനവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് എന്തിനാ പുറത്തു നിന്ന് കരയുന്നത്? പോയി അവന്റെ വാഗുണ്ടാ മന്ത്രം ചൊല്ലിപ്പിക്കാൻ. പോവില്ല. അതെന്താ? അവൻ അവിടെ ചെയ്തു വെച്ചതിന്റെ നാറ്റം എന്നെ കൊന്നുകളയും. അത്ര വൃത്തികെട്ടതാ അത്. അത്രയ്ക്ക് നാറ്റമായിരുന്നു. ആ നാറ്റം അവിടെ വരെ എത്തിയെന്നോ? അവനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാൻ നോക്ക്. അവനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാ ഡാഡി ഞാൻ കാത്തു നിൽക്കുന്നേ. അപ്പോ ഒരു കാര്യം ചെയ്യാൻ, 2 നിമിഷത്തിൽ അവൻ പുറത്തേക്ക് വന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത നാട്ടിലെ പ്രേതങ്ങളോടൊക്കെ പറഞ്ഞ് നമുക്ക് സംഭവിച്ച അന്യായങ്ങളൊക്കെ പറഞ്ഞാൽ അവരെല്ലാവരും വരും. അതോടുകൂടി നീ വിഷമിക്കാതെ. വേണ്ട ഡാഡി, എനിക്കിത് ഇഷ്ടമല്ല. എന്താ മോളെ? അവന് കാരണം കൊണ്ടാ ഞാൻ ഈ അവസ്ഥയിൽ എത്തിയത് തന്നെ. ഞാൻ അപ്പം മുതൽ ശ്രദ്ധിക്കുന്നതാ. അവരെപ്പോഴും എന്നെ കളിയാക്കുക ഡാഡി. എല്ലാരും കൂടിച്ചേർന്ന് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ എനിക്ക് അവരുടെ ഹെൽപ്പ് വേണ്ട. അങ്ങനെയൊന്നും പറയാൻ പാടില്ല മോളെ. ആ പ്രേതങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, നമ്മളെ സഹായിക്കുന്നവരല്ലേ. ആരെങ്കിലും മരിച്ചാൽ അവർ പ്രേതലോകത്തിലേക്ക് വരും. പക്ഷെ നമ്മൾ ചത്ത് അവരുടെ കൂടെ ചേരില്ല. അവനെ നീ പുറത്തു കൊണ്ടുപോവാ മോളെ. നിങ്ങൾ 2 പേരും അവനെ വെറുതെ വിടരുത്. അവന്റെ രക്തത്തെ ഊറ്റി കുടിക്കാൻ. അയ്യോ, എന്റെ രക്തം! അയ്യോ, അവൻ വെളിയിൽ വരുന്നില്ല ഡാഡി. നോക്കു മോളെ, നീ കരയണ്ട. നിനക്ക് പകരം ഞാൻ അവനോട് സംസാരിക്കാം. 2 നിമിഷത്തിൽ അവൻ പുറത്തു വന്നില്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരെയൊക്കെ വിളിച്ചു വരുത്തി അവനെ ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും. അവര് വന്ന് അവരുടെ പേക്കൂത്ത് കാണിച്ച ഇവൻ ഉറപ്പായും പുറത്തു വരും. അയ്യോ, ഇത് പറ്റത്തില്ലേ? ഇനിയും വേണോന്നോ? അയ്യോ, ഇനി എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. എന്നെ അങ്ങോട്ട് എടുത്തോ ദൈവമേ, ഞാൻ അവളെ ജീവിച്ചോളാം. അവളാണ് ഇവരെക്കാളും ബെറ്ററെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് ഈ വാതിലോർന്ന് പുറത്തേക്കോടാം. ഞാൻ മന്ത്രം ചൊല്ലിയാലല്ലേ അവൻ്റെ രക്തം കുടിക്കുള്ളൂ. ഞാൻ മന്ത്രം പറഞ്ഞിട്ട് വേണ്ടേ? അതിങ്ങോട്ടേക്ക് വരുന്നതിന് മുൻപ് ഞാൻ എന്തെങ്കിലും ചെയ്ത് ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാവും. അയ്യോ, കൊറേ നേരമായി തുടങ്ങിയിട്ട്. എത്ര കഴിവുള്ള ചെറുക്കനായിരുന്നു എന്നെങ്ങനെ കഷ്ടപ്പെടുത്താൻ വിട്ടിട്ട്. ഈശ്വരാ, എങ്ങനെയും രക്ഷിച്ചേക്കണേ. നോക്കുമോളെ, അവന്റെ പുറത്തേക്ക് വരുന്നു. നോക്കുമോളെ, നിർത്ത്. വേഗം പോയി അവന്റെ രക്തം കുടിക്ക. അവൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. മോളെ, നമുക്കിനി 1/4 മണിക്കൂർ കൂടിയേ ഉള്ളൂ. കോഴി കൂവുന്നതിന് മുമ്പ് അവനെ കൊണ്ട് ആ മന്ത്രം ചൊല്ലിക്കണം. അപ്പോഴേ നിന്റെ ഉദ്ദേശം നടക്കൂ.
അല്ലെങ്കിൽ നടക്കില്ല. എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനൊക്കെ തരില്ല. ഞാൻ മന്ത്രം ചൊല്ലില്ല. എന്നെ കൊണ്ട് ചൊല്ലാൻ പറ്റില്ല. ഞാൻ ചൊല്ലില്ല. കാരണം ആ ബുക്കില്ലാതെ എനിക്ക് എങ്ങനെ മന്ത്രം ചൊല്ലാൻ പറ്റുക? നീ വന്ന വഴിക്ക് പോ നോക്ക്. എന്നെ കൊണ്ട് പറയാൻ പറ്റത്തില്ല. മന്ത്രം ഞാൻ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ മന്ത്രം ചൊല്ലത്തില്ല. ഞാൻ ചൊല്ലത്തില്ല. മോളെ, നീ എന്തിനാ കരഞ്ഞു വാശി പിടിക്കുന്നത്? ഡാഡി, അവൻ മന്ത്രം ചൊല്ലില്ലെന്നാ പറയുന്നേ. ആ മന്ത്രം ചൊല്ലിപ്പിക്കാനായിട്ട് നമ്മുടെ ജാൻസിയില്ലേ, അവള് വന്ന് അവന്റെ രക്തം കുടിക്കട്ടെ. ചൊല്ലടാ, മന്ത്രം ചൊല്ലടാ. ചിക്ക, ഞാൻ മന്ത്രം പറയില്ല. ഞാൻ പറയില്ല. ഞാൻ പറയില്ല. നോക്കുമോളെ, പെട്ടെന്ന് അവനെ കൊണ്ട് മന്ത്രം ചൊല്ലിക്ക. അവൻ ചൊല്ലിയില്ലെങ്കിൽ അവനെ കറക്കി വിട. അതോടെ അവൻ മന്ത്രം ചൊല്ലും. എവിടെ പോവാടാ? എന്താ സംഭവിച്ച? ആ മന്ത്രം ചൊല്ല്. ആ മന്ത്രം ചൊല്ലില്ല നീ. പറയൂല. ഇവൻ മന്ത്രം ചൊല്ലുന്നില്ല. കരയരുത്. ഉടനെ അവന്റെ തല കിറുകിറുകിറുകിറാന്ന് കറക്കി വിട. ആ മയക്കത്തിൽ അവൻ തനിയെ മന്ത്രം ചൊല്ലിക്കോളും. എന്തൊക്കെ പറഞ്ഞു കൊടുക്ക. ഇനി നിന്റെ വായിന്ന് മന്ത്രം വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ മന്ത്രം ചൊല്ലുന്നുണ്ടോ അതോ ഇല്ലയോ? മന്ത്രം ഞാൻ ചൊല്ലില്ല. മന്ത്രത്തെ ചൊല്ലടാ. നീ ഇവിടെ കിടന്ന് എന്തൊക്കെ ചെയ്താലും ശരി, ഞാൻ മന്ത്രം ചൊല്ലില്ല. മന്ത്രത്തെ ചൊല്ലടാ. ഇല്ല, എനിക്ക് പറ്റില്ല. ഞാൻ മന്ത്രം ചൊല്ലില്ല. എന്നെ കൊണ്ട് പറ്റില്ല. ഡാഡി, അവൻ മന്ത്രം ചൊല്ലുന്നില്ല. നോക്കുമോളെ, ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. ഇനിയുള്ള 2 മിനിറ്റ് കൊണ്ട് നിനക്ക് മന്ത്രം ചൊല്ലിക്കാൻ സാധിക്കില്ല. നീ നമ്മുടെ ലോകത്തേക്ക് തിരിച്ചു പോയി. ഇല്ല ഡാഡി, ഞാൻ വരില്ല. എനിക്ക് ഇവിടെ രക്തം വേണം. നോക്കുമോളെ, ഒരു കാര്യം ചെയ്. ഏത് മന്ത്രം ചൊല്ലിയാണോ അവൻ നിന്നെ പുറത്തു കൊണ്ടുവന്നത്, അതേ മന്ത്രം ചൊല്ലി നീ എന്നെ തിരിച്ചു കൊണ്ട് പോരെ. പറ്റില്ലെന്ന് കരുതിയോ? ഇവന്റെ രക്തം കുടിക്കാതെ ആരെന്ത് പറഞ്ഞാലും ഞാൻ ഉള്ളിലേക്ക് വരില്ല. മോളെ, ആ മന്ത്രം തലതിരിച്ചാണെങ്കിലും പറയാൻ പറ. മന്ത്രം തെറ്റിയാൽ പോലും നിനക്കകത്തേക്ക് വരാം. പറയുന്നത് ഞാൻ കേൾക്ക. വരില്ല. മോളെ, നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്നേക്കുമായി നീ അവിടെ കിടക്കേണ്ടി വരും. ഞാൻ പറയുന്നത് കേൾക്കില്ല. എന്നെ നീ ദ്രോഹിച്ചില്ലേടാ. നാളെ കാണിച്ചു തരാം ഞാൻ. ക്രീം, ക്രീം. എന്റെ ദൈവമേ. അയ്യോ, എല്ലാം ശരിയായെന്ന് തോന്നുന്നുണ്ടല്ലോ. എല്ലാവരും ഓഫീസിൽ വന്ന. അയ്യോ, എല്ലാവരും എന്നെ ഈ ഒരു കോലത്തിൽ കാണില്ലേ? പിന്നെ നാണോ മാനോ ഇല്ലാതെ ജീവിക്കണം. പുറത്ത് സർദി. ഞാനൊന്ന് അങ്ങോട്ട് എത്തിക്കോട്ടെ. നിന്റെ ശവടക്കം നടത്തും ഞാൻ. എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ടവൻ. അയ്യോ, എല്ലാവരും വന്നിട്ടുണ്ടല്ലോ. ഇവനെ കൊണ്ട് ഞാൻ കാണിച്ചാടാ. അയ്യോ, ഭാഗ്യം ആ കണ്ടില്ല. ഇവിടെ മനുഷ്യന്റെ മാനം പോയി നിൽക്കുമ്പോ നീ അവിടെ ഇരുന്ന് ജോലി ചെയ്യണല്ലേ? ഇവിടെ വരട്ടെ. അപ്പൊ ഭാഗ്യം, എല്ലാവരും ജോലിയിൽ ബിസിയാ.
പാർസാരഥി ഇങ്ങോട്ട് നോക്കടാ. നീ കാരണം എന്റെ അവസ്ഥ ഒന്ന് നോക്കിയാ. നീ നിനക്ക് ചെവി കേട്ടോ. ഇത് അത് ഞാനല്ല പാർസാരഥി. അത് ആരാണ്? എന്നെ പോലെ ഇരിക്കുന്ന അത് ആരാന്ന്? എടാ പാർസാരഥി, നീ എന്താന്ന് മനസ്സിലാവുന്നില്ല. എടാ ആരാണ് നീ? കൊള്ളാമല്ലോ നിനക്ക് മത്തങ്ങ. ഇതിപ്പോ എന്താ എന്റെ ഉള്ളിൽ കൂടെ അല്ല പോയെ? പാർസാരഥി, എടാ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല നിനക്ക്. പാർസാരഥി, എടാ പാർസാരഥി, എടാ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല നിനക്ക്. എടാ അവൻ ആരാന്ന് ചോദിക്കുക, അവൻ ആരാന്ന് ചോദിക്കുക. എടാ പാർസാരഥി, എടാ എന്നെ ഒന്ന് നോക്കടാ. ഹലോ ഹലോ, എന്നെ നോക്കി. ഞാനാ വിജയ്. എല്ലാവരും നോക്ക്. എടാ പാർസാരഥി, എടാ എടാ നീ ഏതാ? പാർസാരഥി, എടാ പാർസാരഥി ഒന്ന് എന്നെ നോക്കടാ. എന്താടാ? എടാ എനിക്ക് എന്തോ പോലെ തോന്നടാ. രാത്രിയിലെ കള്ളുകൂടി കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ നീ കേൾക്കില്ലല്ലോ. ഒന്ന് പോണം. അതൊന്നല്ല, നീ എന്നെ ഒന്ന് നോക്ക്. എന്താടാ? നീ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് വിളിച്ച് പറയാൻ നിൽക്കരുത് കേട്ടാ. നിന്നോട് ചോദിക്കാൻ വന്നും എന്നെ വേണം തല്ല. ഇന്നലത്തെക്കാളും നിന്റെ മുഖത്ത് എന്തോ ഒരു നല്ല വ്യത്യാസം കാണുന്നുണ്ടോ? എടാ പൊട്ടി ചെറ്റ, നീ ഇനി ഒരു അക്ഷരം മിണ്ടി കഴിഞ്ഞാൽ എന്റെ ചെകൾ അടിച്ച് പൊടിച്ച് ഞാൻ മിണ്ടാതിരുന്നു. എടാ സത്യമായിട്ട് നിന്റെ മുഖം കാണുമ്പോ പ്രേതം കയറിയത് പോലെ തോന്നുന്നുണ്ടാ. ഞാൻ സോറിടാ. ഇന്നലെ ഞാൻ നിന്നെ ഒരുപാട് പേടിപ്പിച്ചടാ. ആ പേടി കൊണ്ടാവും നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു നിനക്ക് വിശ്വാസം വന്നില്ല അല്ലേ? നിക്ക്, നിന്റെ ഡൗട്ട് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നീ ഈ CD ഇട്ട് ഒന്ന് കണ്ടു നോക്ക്, നിനക്ക് തന്നെ മനസ്സിലാവും. എന്താടാ ഇത്? ഇതേതോ ചാനലിൽ വരുന്ന ഏതോ ഗുരുക്കളുടെ പടമല്ലേ? അതേടാ, ഞാൻ ഇദ്ദേഹത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നീ ഒന്ന് ഇട്ട് നോക്ക്, നിനക്ക് മനസ്സിലാവും കാര്യങ്ങള്. ശരി, ഞാനിപ്പോ വേറൊരു കാര്യം പറയാം. നിനക്ക് ചെയ്യാൻ പറ്റും? എന്താണെന്ന് പറ. വായടച്ച് മര്യാദയ്ക്ക് എടുക്കാൻ നോക്കണം. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾ പറഞ്ഞോട് പോടാ. നിന്നോടൊക്കെ പറയാൻ വന്നതിലും ഭേദം പല കന്നുകാലിയോടും പറയുന്ന. മര്യാദയ്ക്ക് അവനവന്റെ ജോലി വെച്ചോ, വെറുതെ എന്നെ തല്ലുകൊണ്ട് ചാവാൻ നിൽക്കല്ലേ. നിന്നോടൊക്കെ ഇത് പറയാൻ വന്നതിന് എന്റെ തലമുണ്ട അടിച്ചു പൊട്ടിക്കണം. ആ ലഞ്ച് ടൈം ആയല്ലോ. പോയി വല്ലതും കഴിച്ചിട്ട് വന്ന ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഡാ വിജയ്, ലഞ്ച് ടൈം ആയി, ഞാൻ കഴിക്കാൻ പോവാ. നീ വരുന്നുണ്ടോ? അതിന് മാത്രമല്ല എന്താ ഉള്ളത്. എന്തായാലും നോക്കാം. ഗുരുജി, ഈ ആത്മാക്കള് ശരീരത്തിൽ പ്രവേശിക്കുന്നതിന് എന്തെങ്കിലും സയന്റിഫിക് റീസൺ ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ആത്മാവുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നതിനും ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിനും ശാസ്ത്രീയപരമായ ഒരു കാരണമുണ്ട്. ആത്മാവെന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിനുള്ളിൽ കഠിനമായ ചൂടോട് കുടികൊള്ളുന്ന ഒരു സൂക്ഷ്മ ശക്തിയാ. ആ ശക്തി ശരീരത്തിൽ നിന്ന് പുറത്തു വരാതെ ഇരിക്കാൻ നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള സൂക്ഷ്മ ശരീരങ്ങൾ തടസ്സമാവും. ഈ സൂക്ഷ്മ ശരീരങ്ങളെ നമ്മൾ മാനസികം, പിന്നെ പാവന ആത്മശരീരം എന്നൊക്കെ പറയും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മനുഷ്യൻ മനസ്സുകൊണ്ട് വല്ലാതെ പേടിക്കുമ്പോ അല്ലെങ്കിൽ സങ്കല്പങ്ങളിൽ മുഴുകുമ്പോഴോ ഈ സൂക്ഷ്മ ശരീരങ്ങൾ അവരുടെ ശക്തികൾ പുറത്തെടുക്കും. ഇതുപോലുള്ള സന്ദർഭത്തിലാണ് ആത്മാക്കൾ മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം ആത്മാവുകൾ ശരീരത്തിൽ നിന്ന് പുറത്തു വരാൻ കാരണമാവുമ്പോ ആത്മാക്കൾ
ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ മറ്റൊരു കാരണവുമുണ്ട്. അതേക്കുറിച്ചൊന്ന് പറയൂ ഗുരുജി. ചില പ്രത്യേക സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യന്റെ ആത്മാവിൽ ഈ സൂക്ഷ്മ ശരീരങ്ങൾക്ക് പ്രവേശിക്കാനേ ആവില്ല. അങ്ങനെ ഉള്ളപ്പോ ആത്മാവുകൾക്ക് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനാവാതെ ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ ഉള്ളപ്പോ ഈ ആത്മാവുകൾക്ക് ഈ ലോകം വിട്ട് മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആത്മാക്കൾ ഇവിടെ തന്നെ തുടരും. ഈ ആത്മാക്കളെ നമ്മൾ പ്രേതാത്മാക്കൾ എന്നാണ് പറയാറ്. ഇവയെല്ലാം ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാ? ഇങ്ങനെയുള്ള പ്രേതാത്മാക്കൾ താൻ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഭ്രമത്തിൽ തനിക്ക് അത് വേണം ഇത് വേണമെന്നുള്ള ആഗ്രഹത്താൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവറ്റകൾക്ക് ഭൗതിക ശരീരം എന്നൊന്നില്ല. അതായത് ഭൂമിയിലുള്ള ഏതൊരു കാര്യത്തിനെയും അതിന് അനുഭവിക്കാൻ സാധിക്കില്ല. എപ്പോൾ ആത്മാക്കൾക്ക് ആഗ്രഹിച്ചത് നേടാൻ സാധിക്കുന്നില്ലയോ ആ സമയത്ത് തനിക്ക് പ്രവേശിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലം കിട്ടുമോ എന്നത് അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ആ സ്ഥലമാണ് മനുഷ്യ ശരീരം. ഏതു മനുഷ്യന് ഭയമുണ്ടോ അങ്ങനെയുള്ള മനുഷ്യന്റെ ശരീരത്തിലേക്ക് പ്രേതാത്മാക്കൾ ചില വിചിത്ര കഥകൾ പറഞ്ഞ് പേടിപ്പിച്ച് അവന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ ബലം കുറച്ച് ആ മനുഷ്യന്റെ ശരീരം ബലഹീനമാക്കി ആ ശരീരത്തിനുള്ളിലേക്ക് അത് പ്രവേശിക്കും. പിന്നീട് ആ മനുഷ്യൻ മൂലം അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അവറ്റകൾ ശ്രമിക്കും. ഇങ്ങനെയുള്ള സമയത്താണ് മനുഷ്യന്റെ പെരുമാറ്റ രീതികൾ മാറുന്നത്. കാരണം അവന്റെ മനസ്സ് അവന്റെ കൺട്രോളിലായിരിക്കില്ല. അവൻ വിചിത്രമായി പെരുമാറും. പുതിയ പുതിയ ആഗ്രഹങ്ങൾ അവനിൽ ഉടലെടുക്കും. എല്ലാം ശരീരത്തിനുള്ളിലെ ആത്മാക്കൾ ചെയ്യുന്ന ജോലിയാണ്. ചില മനുഷ്യരുടെ ചെറുപ്രായത്തിൽ ആ മനുഷ്യന്റെ ആത്മാവ് അവന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന് മായിക ലോകത്തിൽ നിന്ന് പുറത്തു വന്ന് ഭൂലോകത്തിൽ കറങ്ങുന്നതെല്ലാം CCTV ക്യാമറകളിൽ റെക്കോർഡായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വീഡിയോ ഇപ്പോൾ ഞാൻ കാണിക്കാം. CCTV അതേക്ക് ഏതെന്തെങ്കിലും അറിയാൻ പറ്റില്ലേ? ചെക്ക് ചെയ്ത് നോക്കാം. പിന്നിലെന്തോ വന്ന പോലെ തോന്നിയില്ലേ? അതെന്തായിരുന്നു? അതെന്റെ ശരീരത്തിൽ കയറിയില്ലേ? എന്താ അത്? എന്തൊക്കെയാ ഞാൻ കാണുന്നത്? എന്റെ ആത്മാവിന്റെ കൂടെ ചേർന്നോ? അപ്പൊ കാലത്തെന്താ സംഭവിച്ചെന്നറിയണമല്ലോ. ഞാനല്ല അവിടെ ഇരിക്കുന്നത്. അവിടെ ആരും നിൽക്കുന്നുണ്ടല്ലോ. ഓ, അപ്പൊ എന്റെ ആത്മാവായിരുന്നു എല്ലായിടത്തും കറങ്ങി നടന്നത്. എല്ലാ CCTV ചെക്ക് ചെയ്യാം. എന്റെ പിന്നിലൊരു ആത്മാവുണ്ടല്ലോ. സംഭവിച്ചിട്ടുണ്ട്. ഇതെന്റെ പിന്നെ നടക്കേണ്ട കാര്യം എന്താ? അത് കണ്ടുപിടിക്കണം. സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാവരും ഇമ്മീഡിയറ്റ് ആയി മീറ്റിംഗ് ഹാളിലേക്ക് വരൂ. അയ്യോ, വിളിച്ചപ്പോഴേക്കും എല്ലാം കൂടെ ഹാജരായല്ലോ. എന്നാലും കാര്യം എന്തായിരിക്കും? ഒന്നും മിണ്ടാതെ കൂടെ ചേർന്ന് നിൽക്കാം. ഹായ് 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 സർ. കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഐശ്വര്യ ഈസ് നോ മോർ. ഇന്നലെ രാത്രി അവർ കൊല്ലപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കമ്പനിക്ക് ഒരു നല്ല സ്റ്റാഫിനെ നഷ്ടപ്പെടേണ്ട പേരിൽ എനിക്ക് വിഷമമുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഐശ്വര്യയുടെ ആത്മാവിന് നിത്യശാന്തി കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം പ്ലീസ്.
താങ്ക് യു. നാളെ ഒരു ദിവസം കമ്പനി ലീവായിരിക്കും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും പോയിക്കോളൂ. എന്റെ ശരീരത്തിൽ ചേർന്ന ആത്മാവ്, ഇന്നലെ രാത്രി കൊല്ലപ്പെട്ട ഐശ്വര്യ, ഇതെല്ലാം വിചിത്രമായിരിക്കുന്നു. ഇതൊക്കെ സത്യമാണോ മിഥ്യയാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാനും ആത്മാവും ഐഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പാർത്ഥസാരഥി എന്റെ മുഖത്ത് പ്രേതബാധ കണ്ടെന്നല്ല പറഞ്ഞത്. നോക്കണമല്ല. പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. പിന്നിലെന്താ കാണുന്നത്?